നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. 1000 സ്വലാത്ത് നിത്യജീവിതത്തിൽ പതിവാക്കാനും അത് മരണം വരെ നിലനിർത്താനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇന്ന് പറയുന്ന വിഷയം, പലരും പറയാറുണ്ട് 1000 സ്വലാത്ത് ചൊല്ലാൻ പറയുമ്പോൾ സമയം ഇല്ല, സമയത്തെക്കുറിച്ചൊരു പ്രശ്നം പറയാറുണ്ട്. 24 മണിക്കൂറാണ് അന്നും ഇന്നും ഉള്ളത്. ആ സമയത്തിലാണ് എല്ലാവരും ജീവിക്കുന്നത്. ഇന്ന് ഒരു ദിവസം നമുക്ക് ലീവ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ സമയമില്ല എന്ന് പറഞ്ഞാൽ ആ ലീവുള്ള ദിവസം നമ്മൾ ഒരിക്കലും കൂടുതൽ ഇബാദത്ത് ചെയ്യാറുണ്ടോ? സ്വന്തം നഫ്സിനോട് നമ്മൾ ചിന്തിക്കുക, നമ്മളൊന്ന് ചിന്തിക്കുക. സമയമില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഒഴിവുള്ള ദിവസങ്ങളിൽ നമ്മൾ ധാരാളമായി എന്താണ് ചെയ്യുന്നത്? അപ്പോൾ സമയമല്ല ഇവിടെ വിഷയം. അതൊക്കെ നമ്മളൊരു സംഭവത്തോട് നമുക്കൊരു ഇഷ്ടമുണ്ടാകുമ്പോൾ നമ്മൾ സ്വയം സമയം കണ്ടെത്തലാണ്. അല്ലെങ്കിൽ 100 കാരണങ്ങൾ ഒഴിവാക്കാൻ നമുക്കുണ്ടാവും. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ പിന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയം. ചില ദിക്റുകൾ, സ്വലാത്തുകൾ, ചില കാര്യങ്ങൾക്കൊക്കെ ചില നിശ്ചിത സമയം നിശ്ചയിച്ചിട്ടുണ്ടാവും. ഇപ്പൊ സുബഹിക്ക് ശേഷം ചെല്ലണം, അല്ലെങ്കിൽ മഗ്‌രിബിക്ക് ശേഷം ചെല്ലണം. അങ്ങനെ ചില സമയ നിശ്ചിച്ചിട്ടുള്ള ദിക്റുകൾ, ഔറാദുകളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ നിശ്ചയിക്കപ്പെടാത്ത ദിക്റ് സ്വലാത്തുകൾ ഉണ്ടാവും. അപ്പൊ അത് എപ്പോഴും ആണെങ്കിലും ചെല്ലാം. പക്ഷെ അത് നമ്മളുടെ ഒരു ജീവിത സാഹചര്യത്തിനനുസരിച്ച് നമ്മളൊരു സമയം നമ്മൾ നിശ്ചയിക്കണം. അപ്പൊ നമുക്കത് ഓട്ടോമാറ്റിക് ചെയ്യാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മളിൽ നിന്നുണ്ടാവും. ഒരു സമയം നമ്മൾ വെക്കുമ്പോൾ ആ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക് ശരീരം തന്നെ പറയും, നമ്മളെ ഓർമ്മിപ്പിക്കും ആ സമയമായി നമുക്കത് ചെയ്യണം എന്നുള്ളത്. അത് നമ്മളിപ്പോൾ ജോലി, നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മളൊരു ദിവസം എങ്ങനെയാണ് അതിനനുസരിച്ച് ഒരു ഒഴിവ് സമയം നമ്മൾ കണ്ടെത്തി അതിനൊരു നിശ്ചിത സമയം നമ്മൾ സ്വലാത്ത് ചെല്ലാനായിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ നമ്മുടെ ശരീരം നമ്മളെ ഓർമ്മിപ്പിക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഈ സ്വലാത്ത് മുടങ്ങൂല. ആ സമയമാകുമ്പോൾ നമുക്ക് ചെല്ലാൻ കഴിയും. ഇപ്പൊ ചായ കൂടി ജീവിതത്തിൽ ശീലമുള്ളവർ അതാത് സമയമാകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും? അതിനൊരു തോന്നൽ വരും. ഇഷ്ടപ്പെട്ട ഒന്നിനോട് നമുക്ക് താല്പര്യം തോന്നുമ്പോൾ അതിൻ്റെ ഒരു സമയമാകുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരം തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കും. എന്തിനൊരു സമയമുണ്ടല്ലോ, ആ സമയം നമ്മൾ ഫിക്സ് ചെയ്യണം. അപ്പൊ ഇൻഷാ അല്ലാഹ് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ചെല്ലാനായിട്ടും ആ സമയമാകുമ്പോൾ നമ്മൾക്കത് ഓർമ്മപ്പെടുത്തലാവും, അത് കൂടുതൽ ചെയ്യാനും നമുക്ക് സാധിക്കും. നമ്മൾ നിശ്ചയപ്പെടാതിരിക്കുമ്പോൾ എല്ലാ ദിവസവും കടന്നു പോകുന്ന പോലെ ഇന്നത്തെ ദിവസവും കടന്നു പോകും. കാരണം നാളെ എന്ന് പറഞ്ഞത് ഇനി മാറ്റിവെക്കാനില്ല. നാളെ എന്നത് നമുക്കൊന്നും പറയാൻ കഴിയില്ല. ഇന്ന് മാത്രമാണ് നമുക്ക് ഉറപ്പുള്ളത്. അത് നന്നാക്കി സ്വലാത്ത് ചൊല്ലി നമ്മൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി നന്മയിലായി ചെലവഴിച്ചാൽ നമുക്കത് ഇന്ന് ലഭിക്കും. നാളത്തെ കാര്യം നമുക്ക് ഉറപ്പില്ലാത്തതാണ്. അപ്പൊ സമയം നമ്മളൊരു നിശ്ചയിക്കുക. അത് നമ്മൾ